ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വൃത്തത്തിൻ്റെ തുടങ്ങി വെച്ചു അല്ലേ, വൃത്തം തിരിക്കേണ്ട രീതിയൊക്കെ കാണിച്ചു തന്നു. ഇന്ന് നമുക്ക് ശ്ലോകം എങ്ങനെയാണ് അത് ഗണമനുസരിച്ച് തിരിക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് മുമ്പ് വൃത്തം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള വൃത്തമാണുള്ളത്. അതായത് ഒന്ന് മാത്രാവൃത്തം, രണ്ട് വർണ്ണവൃത്തം. അങ്ങനെ രണ്ട് തരത്തിലുള്ള വൃത്തമാണുള്ളത്. അത് മാത്രാവൃത്തം എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ, നമ്മളിപ്പോൾ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയം, അത് അങ്ങനെ വരുന്നതിനെയാണ് അങ്ങനെ ഉള്ള വൃത്തങ്ങളെയാണ് മാത്രാവൃത്തം. ഇത് ആര്യാവൃത്തമൊക്കെ അതിന് ഉദാഹരണമാണ്. പക്ഷെ അത് നമ്മൾക്ക് ഈ കേട്ടഡ് പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വർണ്ണവൃത്തത്തെക്കുറിച്ചാണ്. വർണ്ണവൃത്തത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ വർണ്ണവൃത്തത്തിൽ ഒന്നാമത്തേതാണ് സമവൃത്തം. ആ സമവൃത്തത്തിന് ഒരു ഉദാഹരണമാണ് അനുഷ്ടുപ് വൃത്തം. ഈ അനുഷ്ടുപ് വൃത്തത്തിൽ നോക്കിക്കോളൂ അതിൻ്റെ ലക്ഷണം. അപ്പോൾ ഏത് വൃത്തമായാലും അതിന് ലക്ഷണമുണ്ട്. ആ ലക്ഷണം നല്ലോണം നിങ്ങൾ പഠിക്കുക. നോക്കിക്കോളൂ. പഞ്ചമം ലഘു സർവത്ര, സപ്തമം ദ്വിചതുർത്ഥയോഹോ, ഷഷ്ടം ഗുരു വിജാനീയാത്, ഏതത് ശ്ലോകസ്യ ലക്ഷണം. ഏതത് ശ്ലോകസ്യ ചേർത്താണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതത് ശ്ലോകസ്യ ലക്ഷണം, ഇതാണ് ശ്ലോകത്തിൻ്റെ ലക്ഷണം. എന്താണ്? പഞ്ചമം ലഘു സർവത്ര. പഞ്ചമം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കും സർവത്ര, എല്ലാ വരികളിലും. അപ്പോൾ ഒരു ശ്ലോകത്തിൽ എല്ലാ വരിയിലും അഞ്ചാമത്തെ അക്ഷരം എന്തായിരിക്കും? ലഘുവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, സപ്തമം ദ്വിചതുർത്ഥയോഹോ. ദ്യു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതും ചതുർത്ഥം നാലാമത്തെ, രണ്ടും നാലും. ചതുർത്ഥയോഹോ സപ്തമം, രണ്ടാമത്തെയും നാലാമത്തെയും വരികളിൽ സപ്തമം ഏഴാമത്തെ അക്ഷരവും എന്തായിരിക്കും? ലഘുവായിരിക്കും. അടുത്തത് ഷഷ്ടം ഗുരു വിജാനീയാത്. ഷഷ്ടം ആറാമത്തേത് ഗുരുവായിരിക്കും. എല്ലാ വരികളിലും ആറാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഇതുവരെ ലക്ഷണം വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. എല്ലാ വരിയിലും അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കും. രണ്ടാമത്തെയും നാലാമത്തെയും വരികളിൽ, പാദങ്ങളിൽ അല്ലെങ്കിൽ വരികളിൽ ഏഴാമത്തെ അക്ഷരം ലഘുവായിരിക്കും. പിന്നെ എല്ലാ വരികളിലും ആറാമത്തെ അക്ഷരം ഗുരുവുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പം ഇതനുസരിച്ച് ശ്ലോകം നമുക്ക് എഴുതിയിട്ട് അത് ഗണം നമുക്ക് തിരിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം എഴുതിയിട്ടുണ്ട്. അതായത് കുമാരസംഭവം ആരുടെയാണ്? കാളിദാസൻ്റെയാണ്. കാളിദാസൻ്റെ കുമാരസംഭവത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വാഗർഭാവിവ സംപൃക്തൗ വാഗർഭ പ്രതിപത്തയേ ജഗത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഇത് ആദ്യത്തെ ശ്ലോകമാണ് കുമാരസംഭവത്തിലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അനുഷ്ടുപ് വൃത്തത്തിൽ എന്തൊക്കെയാണുള്ളത്. അതുകൂടാതെ അനുഷ്ടുപ് വൃത്തത്തിൽ 8 അക്ഷരമാണ് ഒരു വരിയിൽ. ഒരു വരിയിൽ 8 അക്ഷരം കാണും. ആദ്യം അത് നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 8 അടുത്ത വരിയിൽ 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 8 അക്ഷരം വീതം ഓരോ പദത്തിലും ഓരോ വരിയിലും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രമം അനുസരിച്ച് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന്. ആദ്യം പറഞ്ഞു, അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കും എല്ലാ വരിയും. അഞ്ചാമത്തെ അക്ഷരം നോക്കൂ, ഏതാണെന്ന്? 1 2 3 4 5. വാ എന്താണ്? അപ്പോൾ അത് ലഘുവാണ്. പിന്നെ ഈ വരിയിൽ 1 2 3 4 5 തീയാണ്, അതും ലഘു. 1 2 3 4 5 ത, അതും ലഘു. 1 2 3 4 5 ര. അപ്പോൾ ഇത്രയും ലഘുവായി, അത് ശരിയായി. ഇനി അടുത്ത എന്താണ്? രണ്ടാമത്തെയും നാലാമത്തെയും വരിയിൽ എന്തുണ്ട്? ഏഴാമത്തെ അക്ഷരം ലഘുവായിരിക്കും. ഏഴാമത്തെ അക്ഷരം നോക്കൂ, രണ്ടാമത്തെ ഇതാണ്. 1 2 3 4 5 6 7 ത, അതും ലഘു. ഇനി നാലാമത്തെ ഇവിടെ അല്ലേ, 1 2 3 4 5 6 7 വിശ്വ, അതും ലഘു. അപ്പോൾ
ഇതെല്ലാം ലഘുവായിട്ട് വന്നു. പിന്നെയുള്ളത് എന്താണ്? എല്ലാ വരികളിലും 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കുന്നതാണ്. 1 2 3 4 5 6 സം അന്ന് അതൊരു ഇതല്ലേ, അത് അനുസ്വാരമല്ലേ, അപ്പോൾ അത് ഗുരുവായി. ഇത് ഗുരു. 1 2 3 4 5 6 പ എന്ന് പറയുന്നത് ലഘുവാണ്. പക്ഷെ ഇത്ത അവിടെ കൂട്ടക്ഷരമായതുകൊണ്ട് ഈ പ എന്തായി മാറും? ഗുരുവായി. 1 2 3 4 5 6 ഔ ദീർഘമാണ്, അപ്പോൾ അത് ഗുരു. 1 2 3 4 5 6 പരമേ, അതും ഗുരു. അപ്പോൾ എല്ലാം ഗുരുവായിട്ട് വന്നില്ലേ? അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലക്ഷണത്തിന് യോജിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതെന്ത് വൃത്തമാണ്? അനുഷ്ടുപ്പ് എന്ന വൃത്തമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇനി ഞാൻ ഒരു ഉദാഹരണം തരുമ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഒരെണ്ണം ഇവിടെ എഴുതി വയ്ക്കും, അത് അനുഷ്ഠു വൃത്തത്തിൽ വരുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ശ്ലോകം വാത്മീകി രാമായണത്തിലെ ഒരു ശ്ലോകമാണ്, ആദ്യത്തെ ശ്ലോകമാണ്. അപ്പോൾ നോക്കിക്കോളൂ. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ ശശ്വതീഃ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധീഃ കാമമോഹിതം. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ, ത്വം പ്ലസ് അഗമഃ, അഗമഃ ശശ്വതീഃ സമാഹ യത് ക്രൗഞ്ചമിഥുനാദ് ഏകമവധീഃ കാമമോഹിതം. ഇനി ഈ പറയുന്ന അനുഷ്ഠു വൃത്തത്തിൻ്റെ ലക്ഷണം വെച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക, സ്വയം ചെയ്യണം. എന്നിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകാൻ അടുത്ത ദിവസം വേറൊരു വൃത്തവുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.